മൂന്ന് കാര്യം മൈൻഡിൽ വേണം. ഈ മൂന്ന് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ സ്ട്രഗിളിംഗ് ഉണ്ടാവില്ല. ഒന്നാമത്തത്, നെവർ വെയിറ്റ് ഫോർ അപ്രീസിയേഷൻസ് ഫ്രം യുവർ ക്ലോസ് സർക്കിൾ. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ അടുത്തുനിന്നോ സപ്പോർട്ടോ അല്ലെങ്കിൽ ഭയങ്കര അപ്രീസിയേഷൻസോ എക്സ്പെക്ട് ചെയ്യരുത്. അത് കിട്ടൂല. നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടല്ലേ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തുനിന്നാണ്, ക്ലോസ് സർക്കിൾസ് കിട്ടൂല. രണ്ടാമത്തെ പറഞ്ഞാൽ ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് ദാൻ അതേഴ്സ്. ബാക്കിയുള്ളവരെ വിശ്വസിക്കുന്നതിന് മുന്നേ നമ്മളെ മൈൻഡിൽ വരുന്ന തോട്ട്സ് ഉണ്ടാവും, നമ്മളെ മൈൻഡിൽ വരുന്ന ട്രിഗർ ചെയ്യുന്ന അംബിഷൻസ് ഉണ്ടാവും. ഈ കാര്യത്തെ ബിലീവ് ചെയ്തിട്ട് വേണം ആക്ഷൻസ് എടുക്കാൻ. മൂന്നാമത്തത്, നമ്മുടെ ലൈഫിൽ നമ്മളാവണം ഹീറോ. വേറെ ഒരാളെ ഹീറോ ആക്കിയിട്ട് നമ്മൾ സഹനടനായി സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് അഭിനയിച്ച് പോകുന്നതല്ല ലൈഫ്. നമ്മൾ ഹീറോ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും, നമുക്ക് തോട്ട് പ്രോസസ്സ് ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ത്വര ഉണ്ടാവും. പെയിൻ ആണെങ്കിൽ അത് ബെയറാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. എന്ത് പ്രോബ്ലം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഹീറോ മെന്റാലിറ്റി എന്ന് പറയുന്നത് അതുണ്ടാവും. അപ്പോൾ അതിന് വേറൊരാളെ ഹീറോ ആക്കിയിട്ട് നമ്മൾ അതിന്റെ സാധാരണ സൈഡിൽ ഇങ്ങനെ ബാക്കി നിന്നിട്ട് നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോയതിനുള്ള തോട്ട് പ്രോസസ്സിൽ ഒരിക്കലും നിൽക്കരുത്. ഹീറോ ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളാണ് ഹീറോ, ബാക്കിയുള്ളവരാക്കരുത്. മൂന്ന് കാര്യം മൈൻഡിൽ വേണം. ഈ മൂന്ന് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവർ സ്ട്രഗിളിംഗ് ഉണ്ടാവില്ല. ഒന്നാമത്തത്, നെവർ വെയിറ്റ് ഫോർ അപ്രീസിയേഷൻസ് ഫ്രം യുവർ ക്ലോസ് സർക്കിൾ. നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ അടുത്തുനിന്നോ സപ്പോർട്ടോ അല്ലെങ്കിൽ ഭയങ്കര അപ്രീസിയേഷൻസോ എക്സ്പെക്ട് ചെയ്യരുത്. അത് കിട്ടൂല. നമുക്ക് അപ്രീസിയേഷൻസ് കിട്ടല്ലേ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തുനിന്നാണ്, ക്ലോസ് സർക്കിൾസ് കിട്ടൂല. രണ്ടാമത്തെ പറഞ്ഞാൽ ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ് ദാൻ അതേഴ്സ്. ബാക്കിയുള്ളവരെ വിശ്വസിക്കുന്നതിന് മുന്നേ നമ്മളെ മൈൻഡിൽ വരുന്ന തോട്ട്സ് ഉണ്ടാവും, നമ്മളെ മൈൻഡിൽ വരുന്ന ട്രിഗർ ചെയ്യുന്ന അംബിഷൻസ് ഉണ്ടാവും. ഈ കാര്യത്തെ ബിലീവ് ചെയ്തിട്ട് വേണം ആക്ഷൻസ് എടുക്കാൻ. മൂന്നാമത്തത്, നമ്മുടെ ലൈഫിൽ നമ്മളാവണം ഹീറോ. വേറെ ഒരാളെ ഹീറോ ആക്കിയിട്ട് നമ്മൾ സഹനടനായി സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് അഭിനയിച്ച് പോകുന്നതല്ല ലൈഫ്. നമ്മൾ ഹീറോ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സ് ഉണ്ടാവും, നമുക്ക് തോട്ട് പ്രോസസ്സ് ഇൻഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള ത്വര ഉണ്ടാവും. പെയിൻ ആണെങ്കിൽ അത് ബെയറാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. എന്ത് പ്രോബ്ലം വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ഒരു ഹീറോ മെന്റാലിറ്റി എന്ന് പറയുന്നത് അതുണ്ടാവും. അപ്പോൾ അതിന് വേറൊരാളെ ഹീറോ ആക്കിയിട്ട് നമ്മൾ അതിന്റെ സാധാരണ സൈഡിൽ ഇങ്ങനെ ബാക്കി നിന്നിട്ട് നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോയതിനുള്ള തോട്ട് പ്രോസസ്സിൽ ഒരിക്കലും നിൽക്കരുത്. ഹീറോ ആണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളാണ് ഹീറോ, ബാക്കിയുള്ളവരാക്കരുത്.